അതല്ലാതെ സംശയത്തിൻ്റെ നിഴലിലാണ് എന്നൊരു വാർത്ത കൊടുക്കുമ്പോൾ അതൊരു ശരിയായ നടപടിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വിജിലൻസിന്റെ റിപ്പോർട്ടാണ് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ ഇപ്പോൾ മാതൃഭൂമി കൊടുക്കുന്ന ഇത് ഇപ്പോഴത്തെ ബോർഡ് കള്ളൻ എന്ന് പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഒരു തെറ്റ്, ഇത് റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ്. ആ വിഷയം തീർന്നല്ലോ. ആ വിഷയത്തെ സംബന്ധിച്ച് ആ വിഷയം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തല്ലോ. ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സത്യസന്ധമായും സുതാര്യമായും തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ബോർഡിൻ്റെ 4 ഉത്തരവുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ചു. ഏത് കാര്യം പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ബോർഡ്, എന്തെങ്കിലും ക്രെഡിറ്റ് വന്നാൽ അത് ഉദ്യോഗസ്ഥൻ, അങ്ങനെ പറയുന്നത് അത് ശരിയായ ക്രെഡിറ്റിന്റെ വിഷയം, അത് ശരിയായ നിലപാടല്ല. അത് പോട്ടെ. അല്ല, ഇത് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, അന്ന് ഇത് കൊടുത്തുവിടാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. ഒരു മിനിറ്റ്, പ്രസിഡന്റ് കേൾക്കണം. ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഒരു കോടതിക്ക് പോലും ഉത്തരവിൽ പറയാത്തൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം കൊണ്ടുപോയതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം ബോർഡിനാണ്. ബോർഡ് അത് കൃത്യമായി ആലോചിച്ചും അത് മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോയത്. കൊടുത്തു വിടരുതെന്നുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെ അത് തടഞ്ഞത് തിരുവാഭരണം കമ്മീഷണറിനാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഞാൻ പറയുന്നത് അതൊക്കെ കാര്യങ്ങൾ വരികയല്ലേ. ഒന്ന് ആ ഉദ്യോഗസ്ഥൻ തന്നെ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും അത് അന്വേഷിക്കേണ്ടതേ. ഞാൻ പറയാം, എന്താ നിങ്ങൾക്ക് എത്ര പ്രശ്നം, എന്താ അത് ഇനിയും അന്വേഷിക്കട്ടെ. എല്ലാം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലേ SIT വരുന്നത്. അതെങ്ങനെ 2019 സംഭവിച്ചത്? അതെങ്ങനെ പറയുന്നത്? അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറയുന്നത് 2019 അന്നത്തെ തിരുവാഭരണം കമ്മീഷണർമാർക്ക് വലിയ വീഴ്ച പറ്റി. അതുകൊണ്ടാണ് അന്നത്തെ പാളി അഴിച്ചു കൊണ്ടുപോയി തട്ടിപ്പിന് വഴിയൊരുക്കിയത്. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. കാരണം 2024 മുതൽ ഈ തിരുവാഭരണം കമ്മീഷണറായ സുനിലയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഉത്തരവുകൾ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. കാരണം ഈ 2024 മുതൽ ഈ ബോർഡ് ഈ തിരുവാഭരണവുമായി എടുത്തിട്ടുള്ള 4 ഓർഡറാണ്. ആ 4 നിങ്ങൾക്ക് തരാം. ആ 4 നിങ്ങൾക്ക് തരുമ്പോൾ ആ ക്ലാരിറ്റി വരും. അല്ലാതെ ഈ പുള്ളി വന്നതിന് ശേഷം ഈ പുള്ളി തരുന്നതല്ല. ആ 4 നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വിജിലൻസ് റിപ്പോർട്ടിലെ ഫാക്റ്റുകൾ തെറ്റാണെന്നാണോ പറയുന്നത്? വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന ഭാഗങ്ങൾ തെറ്റാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് 4 ബോർഡ് തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. അതല്ലാതെ ഇദ്ദേഹം വന്നിട്ട് മാത്രമാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതല്ല. അദ്ദേഹം അത് കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കൃത്യമായി കമ്മീഷണർ അറിയിക്കുകയും ചെയ്തു. കമ്മീഷണർ ദേവസ്വം ബോർഡ് തന്നു. ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തിരുവാഭരണം കമ്മീഷണർക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. തിരുവാഭരണം കമ്മീഷണർ ഇതിൻ്റെ അധികാരിയാണെങ്കിലും തീരുമാനമെടുക്കുന്നത് ബോർഡല്ലേ. ആ തീരുമാനം ബോർഡ് കൃത്യമായി എഴുതിയിട്ടുണ്ട്. സുനില തിരുവാഭരണം കമ്മീഷണർ ആയത് മുതലുള്ള 4 ഉത്തരവുകളാണ് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന്. ഈ 4 മാതൃഭൂമിക്ക് തന്നേക്കാം, എല്ലാവർക്കും തന്നേക്കാം. അത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഈ 2024 നവംബർ 1 ഒരു ഉത്തരവ് ഇറങ്ങിയല്ലോ. അല്ല, ആ ഉത്തരവിൽ എന്തായിരുന്നു? 2024 നവംബർ 1 ഒരു ഉത്തരവിലാണ് ഇത് സ്മാർട്ട് ക്രിയേഷനിൽ കൊടുത്ത് അറ്റകുറ്റപ്പണി നടത്താനുള്ള ആദ്യ തീരുമാനം. തന്നേക്കാം, ഞാൻ 4 തന്നേക്കാം. നിങ്ങൾ 4 ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങൾ പൊട്ടിച്ചു കൊടുക്കാൻ തന്നെയായിരുന്നു. നിങ്ങൾ 4 ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. 4 നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ ഇത് മനസ്സിലാവുമല്ലോ. ശരി, പിന്നല്ലാതെ ഇത് പറയുന്നതിനൊക്കെ വല്ല മാന്യത വേണ്ടേ?